ഋതുവിൻ്റെ മനസ്സ് നിറച്ചും ഹരിയായിരുന്നു. തൻ്റെ കളിക്കൂട്ടുകാരൻ, ആർക്കും പകരം വെക്കാൻ കഴിയാത്ത വ്യക്തിത്വം. ഹരിക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. അതുപോലെ സമാധാനമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അവന് പ്രത്യേക കഴിവാണ്. കള്ളത്തരം കണ്ടുപിടിക്കാൻ നമ്മുടെ കണ്ണിലേക്ക് നോക്കി ഒറ്റ നിമിഷം കൊണ്ട് അവൻ കാര്യം മനസ്സിലാക്കും. അത് ഓർത്തപ്പോൾ തന്നെ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് കുഞ്ഞിയുടെ മുഖവും. എപ്പോഴും അവൾ പറയാറുണ്ട്, ഹരിയേട്ടൻ്റെ കണ്ണുരുട്ടൽ കണ്ടാൽ പേടിച്ചിട്ട് തത്ത പറയും പോലെ എല്ലാം അങ്ങ് പറഞ്ഞു പോകുമെന്ന്. പിന്നെ ആള് അടുപ്പമുള്ളവരോട് ഒത്തിരി സംസാരിക്കും, അല്ലാത്തവരോട് അധികമില്ല. എങ്കിലും ഒരു പുഞ്ചിരി കാണും മുഖത്ത്. കുഞ്ഞി എപ്പോഴും പറയുന്നത് കേൾക്കാം, എന്നെ ഇതേവരെ അന്യയെ പോലെ കണ്ടിട്ടില്ല. പരിചയപ്പെട്ട നാൾ മുതൽ സ്വന്തം അഞ്ചെത്തി കൊച്ചായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയ്ക്ക് പാവമാണ് എൻ്റെ ഹരി. അവൻ്റെ ജീവിതത്തിൽ രണ്ട് വലിയ വീഴ്ചകൾ കഴിഞ്ഞു. ഇനി അവരെ പരീക്ഷിക്കല്ലേ എൻ്റെ ഭഗവാനെ. ഇനിയും ഒരു വീഴ്ച കൂടെ താങ്ങാനുള്ള കഴിവ്. ജാനിയും ഒത്തിരി പാവമാണ്. ഇനിയും അവൾക്കൊരു വീഴ്ച താങ്ങാൻ കഴിയില്ല. എൻ്റെ മഹാദേവ, അവർക്കിരുവർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ മതിയായിരുന്നു. അതേ ഒരു ആഗ്രഹമുള്ളൂ. അവരുടെ കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങ് തന്നേക്കണേ. എൻ്റെ മഹാദേവ, എൻ്റെ ഹരിയും ജാനിയും ഒത്തിരി പാവങ്ങളാ. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഭവിച്ചു കഴിഞ്ഞവർ. ഇനിയും അവർക്ക് പരീക്ഷണങ്ങളൊന്നും കൊടുക്കാതെ ഇതേ സന്തോഷത്തോടെ അവരുടെ കുഞ്ഞിനോടൊപ്പം 100 ജന്മങ്ങൾ വാഴാൻ അനുഗ്രഹിക്കണമേ. ചിത്തു അതെല്ലാം പ്രാർത്ഥിക്കുമ്പോഴും അവൻ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞിയെയും. അവിടെയും ഇതേ പ്രാർത്ഥന തന്നെയാണ് അവർക്കു വേണ്ടി. ജിത്തു അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ ഷോൾഡറിലേക്ക് ഒരു തല ചാഞ്ഞു വന്ന് ചേർന്നത്. എൻ്റെ ചേച്ചിപ്പെണ്ണിന് കുഴപ്പമൊന്നും കാണില്ലല്ലോ അല്ലേ? എന്നാത്തിനായിരിക്കും ചേച്ചി കാണണമെന്നൊക്കെ പറഞ്ഞത്? അവളുടെ ആ ചോദ്യങ്ങളിൽ വല്ലാത്ത ഒരു ടെൻഷനും വെപ്രാളവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൊച്ചെ, അവൾക്ക് ഒരു കുഴപ്പവും കാണത്തില്ല. എൻ്റെ കുഞ്ഞി, അതോർത്തൊന്നും ടെൻഷൻ ആവാതിരിക്കെ. അറിയാലോ, ഒന്ന് അബോഷനായി പോയതാ. അതിൻ്റെയൊക്കെ ടെൻഷൻ കൊണ്ടാ എൻ്റെ കൊച്ചെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിയെ സമാധാനപ്പെടുത്തുമ്പോഴും ചിത്തുവിൻ്റെ മനസ്സിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എന്തിനായിരിക്കും ജാനി കാണണമെന്ന് പറഞ്ഞത്? അവൻ ആ സംശയമോ ടെൻഷനോ കുഞ്ഞിയെ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അവൾ ഇതിൻ്റെ എല്ലാം പേരിൽ BP അങ്ങ് കൂട്ടും. അത് പിന്നെ ഏറ്റവും അവസാനം ICUവിലേ ചെന്ന് നിൽക്കത്തുള്ളെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ തലയിലും ഒന്ന് തലമുട്ടിച്ചുകൊണ്ട് അവൻ ഡ്രൈവിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ആശുപത്രിയിലെ ഓരോ നിമിഷവും ജാനിയുടെ ടെൻഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാനസിക സമ്മർദ്ദം വല്ലാതെ മുറുകിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് വയറ്റിലും ചെറിയ വേദനയും എല്ലാം തുടങ്ങി. അവളിലൊരു വെപ്രാളം നിറഞ്ഞു. ജാനിയെ ഡോക്ടർ ലേബർ റൂമിലേക്ക് വിളിച്ചു. ട്യൂബിട്ടു. ഈ ട്യൂബ് തനിയെ വീർത്ത് പൊട്ടും. അങ്ങനെ വീർത്തു പോകുമ്പോൾ പ്രസവം നടക്കും എന്നാണ് പറഞ്ഞത്. അവൾ തിരിച്ച് വാർഡിലേക്ക് വന്നു. അപ്പോഴും അവളുടെ മുഖവും ടെൻഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹരിയെ കാണണം, അവൻ്റെ കൈകളിൽ കൈ ചേർത്തിരിക്കണം എന്നെല്ലാം എല്ലാ പെണ്ണുങ്ങളെയും പോലെ അവളുടെ മനസ്സിലും കൊതിയുണ്ട്. അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ ആ അമ്മ തൻ്റെ മകനെ വിളിച്ചു. അവളും പ്രതീക്ഷയോടെ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന മറുപടി അവൾക്ക് വല്ലാത്ത ഒരു വേദന തോന്നി. അവളുടെ മുഖത്ത് മങ്ങിയ ഒരു ചിരി മാത്രം ആ അമ്മയ്ക്കും തിരിച്ചു കൊടുത്തു. മനസ്സിൽ അവൾ അവളോട് തന്നെ ചോദിച്ചു, ഇത്രയ്ക്ക് വെറുപ്പാണോ ഹരിയേട്ടാ? നമുക്കിടയിൽ സൗഹൃദം പോലും ഇന്നില്ലേ? അവനെ കാണാതെ, അവൻ്റെ ശബ്ദം കേൾക്കാതെ അവളുടെ മനസ്സും അലമുറയിടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് തൻ്റെ വിയർത്തു നിൽക്കുന്ന വയറിൽ തലോടും, തൻ്റെ കുഞ്ഞിന് താനുണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പോഴും തൻ്റെ അടുത്തുള്ള ബെഡുകളിൽ ഗർഭിണികളായ ഭാര്യമാരെ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിക്കുന്ന ഭർത്താക്കന്മാരെ കാണുമ്പോൾ അവളുടെ കണ്ണും ഒന്ന് നിറയും. എങ്കിലും ആ അമ്മയ്ക്ക് മുന്നിൽ ചിരിയുടെ മുഖംമൂടി അവൾ എടുത്തണിഞ്ഞു. കാറിൽ തീർത്ത ശൂന്യതയും മൗനവും മാത്രം തളം കെട്ടി നിന്നു. ആ മൗനം ശരിക്കും ഇരുവരെയും കൊല്ലാതെ കൊന്നു തുടങ്ങിയിട്ടുണ്ട്. ആ മൗനത്തെ കീറിമുറിച്ചുകൊണ്ട് ജിത്തുവാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. കുഞ്ഞി, എൻ്റെ മരുമോൻ എന്ന് വരുമെന്ന് ജാനി പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? ഇന്ന് തന്നെ കുഞ്ഞ് ജനിച്ചാൽ മതിയായിരുന്നു. ഈ ടെൻഷനൊക്കെ അങ്ങ് തീർന്നേനെ. അതൊക്കെ ശരിയാണ്, ടെൻഷനൊക്കെ മാറും. പക്ഷെ എൻ്റെ മരുമോനൊരു കൂട്ട് വേണ്ടേ? അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാമോ എന്ന് അവനൊരു കുസൃതിയോടെ അവളോട് ചോദിച്ചു. ആദ്യമേ കാര്യം മനസ്സിലായില്ല എങ്കിലും പിന്നീട് അവൻ്റെ മുഖഭാവവും കള്ളലക്ഷണങ്ങളിൽ നിന്നു തന്നെ അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ഓ എൻ്റെ ജിത്തുവേട്ട, ഇങ്ങനെ എപ്പോഴും വഷളത്തരം മാത്രം ചിന്തിക്കരുതേ നിങ്ങൾ.
ഇതിനകത്തെന്താ വഷളത്തരം? ഞാൻ കാര്യമല്ലേ ചോദിച്ചത്. എൻ്റെ മരുമോനൊരു കൂട്ട് വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കിച്ചു അവളുടെ വലതു കൈ തൻ്റെ ഇടതു കൈ കൊണ്ട് മുറുകെ പിടിച്ചു. ജിത്തുവേട്ടൻ എപ്പോഴും ഉറപ്പിച്ചോ അത് മരുമോനാണെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ തൻ്റെ കൈ ഒന്ന് വിടിയിക്കാൻ ഒരു വിഫലമായ ശ്രമം നടത്തി. അതിനകത്തിനി കൂടുതൽ ചിന്തിക്കണോ തീരുമാനിക്കാനോ ഒന്നുമില്ല. എൻ്റെ മരുമോൻ തന്നെയാണ്. നിന്റെ ആങ്ങളയുടെ മോനല്ലേ, അപ്പോൾ എൻ്റെ മോൾക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വലതു കരം പിടിച്ചുയർത്തി അതിൽ തൻ്റെ ചുണ്ടുകൾ ഒന്ന് പതിപ്പിച്ചു. കുഞ്ഞിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അത്രയും നേരം അവളെ അലട്ടിക്കൊണ്ടിരുന്ന മാനസിക സംഘർഷങ്ങളെല്ലാം എവിടെയോ പോയി മറഞ്ഞു. ജിത്തു എന്ന മാന്ത്രിക വലയത്തിൽ മാത്രമായിരുന്നു പിന്നീടവൾ. കുഞ്ഞിയുടെ കുറുമ്പും സന്തോഷവും ചിരിയും രക്തവർണമായ മുഖവും നോക്കിക്കൊണ്ട് തൻ്റെ മനസ്സിലെ ആകുലതകൾക്ക് ഒരു മറവിയിലേക്ക് വിട്ടുകൊടുത്തു ജിത്തുവും. പിന്നെ വണ്ടി വേഗം ആശുപത്രിയിലേക്ക് പായിച്ചു. അധികം താമസിക്കാതെ തന്നെ ഇരുവരും ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ എത്തിയിരുന്നു. പ്രസവം ഏകദേശം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ കുഞ്ഞിനുള്ള ഡ്രസ്സും സോപ്പും പൗഡറും ഒക്കെയായിട്ടാണ് അവർ ജാനിയുടെ അടുത്തേക്ക് നടന്നത്. ട്യൂബ് ഇട്ട ശേഷം ഗർഭിണികളെ എല്ലാം വരാന്തയിലൂടെ ചെറുതായി നടക്കാൻ വിട്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ജാനിയുമുണ്ട്. തൻ്റെ വിയർത്തുന്തിയ വയറും നീരുവെച്ച കാലുകളുമായി അവളും നടന്നു തുടങ്ങി. ഓരോ ചുവട് വെക്കുമ്പോഴും അവൾക്ക് തൻ്റെ ശരീരം തളരുന്നതുപോലെ തോന്നി. എന്നിട്ടും തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം, അവൻ എത്രയും വേഗം പുറത്തു വരണമേ എന്നുള്ള ആഗ്രഹം, പ്രാർത്ഥന, അവൾ വീണ്ടും വീണ്ടും ചുവടുകൾ വെച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവൾ കാണുന്നത് ജിത്തുവിൻ്റെ കയ്യിൽ തൂങ്ങി സന്തോഷത്തോടെ കുഞ്ഞിയെയും അവളുടെ കയ്യിൽ ചിരിയോടെ ഇരിക്കുന്ന കുഞ്ഞി അമ്പാടിയെയും. ആ കാഴ്ച അവളുടെ മനസ്സിൽ വളരെയധികം സന്തോഷമാണ് ഉണ്ടാക്കിയത്. എൻ്റെ മഹാദേവ, എൻ്റെ കുഞ്ഞിക്കൊരിക്കലും സങ്കടങ്ങൾ ഇനി കൊടുക്കരുതേ. ആ കൈകളിൽ എൻ്റെ കുഞ്ഞെന്നും സുരക്ഷിതയാണ്. ഈ കൈകളെന്നും അവൾക്കൊരു താങ്ങും തണലുമായി ഉണ്ടായിരിക്കണമേ എന്നാ നിമിഷം അവൾ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളോടുമായി പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ഓർത്തു നിന്നു. നിമിഷം തന്നെ കുഞ്ഞിയും ജിത്തുവും അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. കുഞ്ഞി വന്ന പാടെ തന്നെ പൊന്നോമനയെ ഒന്ന് തലോടിക്കൊണ്ട് അവനോട് ചോദിച്ചു, അപ്പച്ചിയുടെ പൊന്ന് എപ്പോഴാടാ വരുന്നേ? അപ്പച്ചി പൊന്നിന് ഉപ്പും സോപ്പും ഒക്കെ ആയിട്ടാ വന്നേക്കുന്നത്. കുഞ്ഞിയുടെ സംസാരം കേട്ടതിന് അകത്തുള്ള ആള് തൻ്റെ കാലുകളൊന്ന് ഉയർത്തി അവൻ്റെ സന്തോഷവും കാണിക്കുന്നുണ്ട്. കണ്ടോ എൻ്റെ കുഞ്ഞ് എൻ്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് തട്ടുന്നത് കണ്ട എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞ് ജാനിയുടെ വയറ്റിലെ അനക്കം ജിത്തുവിനെയും കാണിക്കുന്നുണ്ട്. ജിത്തുവിൻ്റെ കണ്ണുകൾ അപ്പോഴും ജാനിയുടെ മുഖത്താണ്. എന്നത്തേതും പോലെയല്ല. ഇന്നൊരു ടെൻഷനും വെപ്രാളവും ഒക്കെ അവൻ അവിടെ കാണാമായിരുന്നു. എന്തോ തന്നോട് പറയാൻ വെമ്പുന്ന ഒരു മനസ്സുമായിട്ടാണ് അവൾ നിൽക്കുന്നത്. എന്നാൽ കുഞ്ഞിയും ലച്ചുമ്മയും നിൽക്കുന്നത് കൊണ്ടാണ് അവൾ അതിന് മുതിരാത്തതെന്ന് അവന് തോന്നി. അവൻ ജാനിയെ ഒന്ന് നോക്കി രണ്ട് കണ്ണുകളും ഒന്ന് ചിമ്മി കാണിച്ചു. കുഞ്ഞി, ഒരു കാര്യം ചെയ്യ്, നീയും ലച്ചുമ്മയും കൂടെ പോയി ഇതെല്ലാം അവിടെ എടുത്തുകൊണ്ട് വെക്ക്. ചെക്കനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ്ട കൊച്ചേ. എന്നാൽ ഇതേ സമയം ലച്ചുമ്മ വിളിച്ചു പറഞ്ഞതിനാൽ വരുൺ ഹരിയെ കൂട്ടാൻ വേണ്ടി അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. വരുണിന്റെ മനസ്സ് നിറയെ അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന്റെ മുഖം മാത്രമായിരുന്നു. തനിക്ക് ലഭിക്കാതെ പോയ ആ ഭാഗ്യമാണല്ലോ ഇതൊന്നും. ഈയിടയ്ക്ക് അവൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ട്. താനും ഭദ്രയും ഏറെ ആഗ്രഹിക്കുന്നു ഒരു കുഞ്ഞിനെ. പക്ഷെ ദൈവം തങ്ങൾക്കതൊന്ന് പരിഗണിക്കുന്നു പോലുമില്ല എന്നുള്ള അവൻ്റെ ആ വേദന മനസ്സിൽ ഇങ്ങനെ അലതടിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം കൊണ്ട് തന്നെ അവൻ ഹരിയുടെ വീട്ടിലെത്തിയിരുന്നു. ചെല്ലുമ്പോൾ കാണുന്നത് കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഹരിയാണ്. എടാ ഹരി, എഴുന്നേക്ക് അവിടുന്ന്. ആ കൊച്ചിന് പ്രസവവേദന തുടങ്ങിയിട്ട് കുറേ നേരമായി. നീ ഒരു അച്ഛനാകാൻ പോലെ എന്നിട്ടാണോടാ പോത്തെ? അവള് പ്രസവിക്കുന്നു അവളുടെ കുഞ്ഞിനെ, അതിന് ഞാൻ എന്തു വേണം? എന്നെ ശല്യം ചെയ്ത് ഇറങ്ങിപ്പോടാ അവിടുന്ന് എങ്ങാനും. അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ദേഷ്യം വരുവേ വരുൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിരുന്നവൻ. എടാ മരപ്പട്ടി, അവൾ പ്രസവിക്കുന്നത് നിന്റെ കുഞ്ഞിനെയാ, അല്ലാതെ നാട്ടുകാരുടെ അല്ല. നിന്നെ അല്ലാതെ വേറെ ആരെയാടാ ഞാൻ വന്ന് വിളിക്കേണ്ടത്? വരുൺ സമാധാനത്തോടെ തന്നെ അവനോട് പറഞ്ഞു. ആ കുരിശു പിടിച്ചവളെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ പ്രശ്നങ്ങളാ. ഇനി ഇതിൻ്റെ കുഴപ്പവും കൂടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ഹരിയുടെ പോക്കും നോക്കി അവൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവാതെ വരുൺ അങ്ങനെ തന്നെ നിന്നു.